കൈമാറ്റം ചെയ്യാം. ഞാൻ ബഹുമാനത്തോടെ മേഡത്തോടെ ചോദിച്ചു, ഇത് ഫൈനാൻസ് കമ്മിറ്റിയിൽ വരും അറിയില്ലേ? അറിയും. 2 തവണ ഫൈനാൻസ് കമ്മിറ്റിയിൽ വന്നു. എന്നിട്ട് പോലും അവിടെ നിന്നൊക്കെ അംഗീകാരം ലഭിച്ച് ഇന്നലെ 6ാമത്തെ അജണ്ടയായിട്ട് ഇന്നലെ ഈ വിഷയം കൂടെ വന്നു. എന്നിട്ട് ഇത് സർക്കാരിലേക്ക് അയക്കാനുള്ള ശ്രമം. ഞങ്ങൾ ചോദിക്കുന്നത്, അയച്ചാലും അയച്ചില്ലെങ്കിലും 3 ഘട്ടം കഴിഞ്ഞിട്ട് ഇത് ഇവിടെ എത്തി. എങ്ങനെ എത്തി? ആർക്കാണ് ഇതിന്റെ താല്പര്യം? ഈ സോൺ തരം മാറ്റിയാൽ, അതായത് അപ്പാപ്പൻ മരണപ്പെട്ടു പോയാൽ ആ കട്ടില് തരാം. ആ പരിപാടി ഒന്നും ഇവിടെ നടക്കില്ല. എന്റെ അപ്പാപ്പൻ മരണപ്പെട്ടു പോയാൽ ആ കട്ടില നിങ്ങൾക്ക് തരും. ഒരു കോണ്ടിൻജന്റ് അഗ്രിമെന്റ് ആയത്. ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ഭൂമിയല്ലേ? മീഡിയയല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതേ കോർപ്പറേഷൻ ലുലു മാളിന് വേണ്ടി സ്ഥലം കൊടുത്തു. നിങ്ങൾ ഇപ്പൊ ഒന്ന് അവിടെ പോയി നോക്കിയാൽ ലുലു മാള് തിരിച്ച് കോർപ്പറേഷന് കൊടുത്ത ഭൂമിയിലതാ കുറുക്കൻ പ്രസവിക്കുക, കാട് പിടിച്ച് കിടക്കുക. ഞങ്ങൾ അവിടെയും പോയിട്ടാ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇത് ആരും എതിർപ്പൊന്നുമില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തരം മാറ്റാൻ സാങ്ഷൻ കൊടുക്കും. ഇവിടെയുള്ള നല്ല ഹൃദയ ഭാഗത്ത് കോഴിക്കോടിന്റെ ഹൃദയം ലുലു ഇവിടെ ഫോക്കസ് മാളിന് കിട്ടും. അവിടെ ഒരു ഗ്രൗണ്ട് നടക്കില്ല. അവിടെ മണ്ണിട്ട് നികത്താൻ പറ്റില്ല. എന്നിട്ട് അവിടെ കുട്ടികൾക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? സർവേയർ പറയാം 3 മീറ്റർ വീതിയുള്ളൂ, 3 അടി വീതിയുള്ളൂ, വണ്ടി പോവില്ല, നിർമ്മാണ പ്രവൃത്തി പറ്റാത്ത സ്ഥലം. എന്നിട്ട് ഈ അജണ്ട ഈ കോർപ്പറേഷനിൽ വന്നു. ഇതൊന്നും വെച്ചു ഉറപ്പിക്കാൻ കോഴിക്കോട്ടെ BJP തയ്യാറല്ല. 1. രണ്ടാമത്തത്, ഇവിടെ ഒരു ഇന്റർവ്യൂ നടന്നു. ഇന്റർവ്യൂ നടന്ന് നിങ്ങൾ കേൾക്കേണ്ടത്, ഈ ഓർഡർ വൃത്തിയാക്കിച്ചു 1000കണക്കിന് യുവാക്കളെ കൊണ്ട് ആരാണ് സ്പീഡിൽ ഓർഡർ വൃത്തിയാക്കുക? സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. പാവപ്പെട്ട 20-30 വയസ്സുള്ളവനൊക്കെ ചളിയിൽ ഇറങ്ങി വലിച്ചു കൊടുത്തു നല്ലണം. എന്നിട്ട് ഇപ്പൊ ഇന്റർവ്യൂ വന്ന് നോക്കുമ്പോ കക്കോടിയുള്ള പ്രേമദാസനും ഓന്റെ ഭാര്യ ഇവർക്കൊക്കെ നിയമനം കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ എവിടെയാ പോകേണ്ടത്? നിങ്ങൾ പറയാ. അല്ലല്ല, ഇത് 1 മിനിറ്റ് കേൾക്കണം. നിയമനം കൊടുത്തത് ഇന്നലെ ഇവിടെ നിയമനം കൊടുത്ത ആളുടെ പേരില. 1 കക്കോടിയിലെ 1ാം നമ്പർ CPM നേതാവ് പുഷ്പരാജൻ, അവന്റെ ഭാര്യ 150ാമത്തെ റെജിമോള്. ഇങ്ങനെ ഇവിടെ മുസാഫർ അഹമ്മദും മെഹബൂബും കൊടുക്കുന്ന ലിസ്റ്റും കൊടുത്തിട്ട് ഇവിടെ 1200ഓളം ചെറുപ്പക്കാർ ഓർഡർ വൃത്തിയാക്കി. എന്റെ ഒരു കുടുംബക്കാരൻ 30ഓളം ചളിയിൽ ഇറങ്ങിയിട്ട് അവൻ പറയാ, ഞാനാ ഏറ്റവും സ്പീഡിൽ ഇത് വാരിയെന്ന്. എന്നിട്ട് അവന് വരെ ജോലി കൊടുക്കാണ്ട് ഇവിടെ ആരെയും നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നേ? ഈ ലിസ്റ്റ് എത്തിയണം. ഞങ്ങൾ മരിക്കണം ഇതൊക്കെ നടക്കണമെങ്കിൽ. സർക്കാരിന്റെ ഭൂമിയായത്. തോന്നിയ ആൾക്കാരോടൊക്കെ അച്ചാരം വാങ്ങി കൊടുക്കാനുള്ളതല്ല. നിങ്ങളോടല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളവിടെ ഇരുത്തിയിട്ട് ഇതിന്റെ പുറകിൽ പല കളിയും നടക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ BJP അനുവദിക്കില്ല. ആര് കൂട്ടുനിന്നാലും ഈ കൂട്ടുകച്ചവടം അവസാനിപ്പിച്ചിട്ടേ പോകും. ബഹുമാനത്തോടെ മേഡത്തോട് പറയുന്നു, യുവാക്കളോട് കമ്മിറ്റഡ് ആണെങ്കിൽ ഈ നിയമന ലിസ്റ്റ്. ഇന്നലെ ഒരു കൗൺസിലറോട് പറഞ്ഞു, ഒരു വീട്ടിൽ 3 പേർ. ഞാനിത് 2ാമത്തെ ഒരു വീട്ടിൽ 2 പേർ, പുഷ്പരാജനും അതേപോലെ തന്നെ നരിക്കുനി സ്വദേശിയായ ഭാര്യ റെജിമോളും. ഇതെന്താ വള്ളിക്കപ്പെട്ടത്? ഞങ്ങൾ എന്താ വേണം ചെയ്യുന്നത്? ഇതിനൊന്നും നിങ്ങൾ ഈ കസേരയിൽ ഇരുത്തിയിട്ട് ആരാണ് ഇവിടെ ഈ പിൻസീറ്റ് ബാങ്ക് നടത്തുന്ന അറിയണം. ഞങ്ങൾ നിങ്ങളോട് നിസ്സഹായത അറിയാം. ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 1000കണക്കിന് യുവാക്കളുണ്ട്, വോട്ട് ചെയ്യാൻ പോകുന്ന യുവാക്കൾ. അവര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത്. രാവിലെ തന്നെ കിതച്ചുകൊണ്ട് എന്റെ കാര്യം വന്ന് പറയാം, ഞാൻ മുത്തോടെ ചളിയിൽ ഇറങ്ങി എനിക്കൊന്നും തരാതെ ഇവിടെ ഭർത്താവിനും ഭാര്യയ്ക്കും കൊടുക്കുക. വിടില്ല, ഞങ്ങൾ വിടില്ല. ഈ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യണം വേണം. വിത്ത് ഡ്യൂ റെസ്പെക്ട് ഫോർ ദ യൂത്ത്. ഇത് ക്യാൻസൽ ചെയ്യണം. ഇവിടെ ഭരിക്കുന്നത് ചില ഉപജാപക സംഘങ്ങളാണ്. പാർട്ടിയുടെ നോമിനികളെ നിങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ എംപ്ലോയ്മെന്റ് ലിസ്റ്റ് തന്നത്. ഞാൻ ചോദിച്ചോട്ടെ മേഡം, ഇതേ എംപ്ലോയ്മെന്റ് ലിസ്റ്റിൽ നിന്നാണ് വന്നിട്ടാണ് തിരുവനന്തപുരം മേയർ പ്രിയപ്പെട്ട സഖാവെ ആനാവൂർ നാഗപ്പൻ സഖാവെ, ഞാനിതാ 980 പേരുടെ ഒഴിവ് വന്നിട്ടുണ്ട്, പ്രയോറിറ്റി അനുസരിച്ചൊന്ന് ലിസ്റ്റ് തരൂ. ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടില്ലെങ്കിലും ഇവിടെ ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ലിസ്റ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. ഈ സർക്കാരിന്റെ സ്വത്ത് 4.8 സെന്റ് മാവൂർ റോഡ് ഫോക്കസ് മാളിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഭൂമി, ഇവിടുത്തെ ജനങ്ങളുടെ ഭൂമി, സർക്കാരിന്റെ ഭൂമി. അത് മാഡം എങ്ങനെ ഇവിടെ വരെ എത്തി ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇനി അങ്ങോട്ട് പോകുന്നതല്ല. അങ്ങോട്ട് പോകാൻ ഞങ്ങളുടെ നെഞ്ചത്തുകൂടെ ഇവിടെ വണ്ടി കാര്യാലേ ആ ഭൂമി ഇവിടുന്ന് പോകുള്ളൂ. മീഡിയയുടെ മുന്നിലാണ് ഒരു ഉറപ്പ്. ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. 2 കടമ്പ കടന്നിട്ട് ഫൈനാൻസ് കമ്മിറ്റിയുടെ 2 മീറ്റിംഗ്. ഇവിടെ പ്രതിപക്ഷ നമ്മുടെ കൗൺസിലർമാരുടെ ഒബ്ജക്ഷൻ നോട്ട് വിത്ത് ഡോക്യുമെന്റ് കൊടുത്തിട്ടും അതൊക്കെ കടന്ന് സർവേയർ റിപ്പോർട്ട്, ഇതൊരു നിർമ്മാണ പ്രവൃത്തി നടക്കാൻ പറ്റാത്ത ഭൂമിയാണ്, കൺസ്ട്രക്ഷൻ പാടില്ല, എൻവയോൺമെന്റൽ സെൻസിറ്റീവ് സോൺ 2nd ആണ്, നിലമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരെ ഒക്കെ വന്നിട്ടും ആരാണ് ഇതിന്റെ പിന്നിൽ 5ാമത്തെ വിഷയമായിട്ട് ഇന്നലെ ഈ കോർപ്പറേഷന്റെ കൗൺസിൽ വരെ എത്താത്തത്? നിങ്ങൾ കേൾക്കേണ്ടത്, ഇതിന്റെ മുതലാളി ഫോക്കസ് മാളിന്റെ മുതലാളി പറയാ, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പോലും ഇവിടെ ഈ കോഴിക്കോട് കുതിപ്പ് പദ്ധതിയിൽ പെടുത്തിയിട്ട്
ഈ സർക്കാരിന്റെ 5 സെന്റ് ഭൂമി കിട്ടിയാൽ ഇവിടെ ഒന്ന് വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് കിട്ടുമ്പോ തന്നെ നിങ്ങളുടെ ഭൂമി തണ്ണീർ തടയല്ല, ഇങ്ങ് തന്നേക്ക്, ഇത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടത്, അതൊക്കെ വാങ്ങാൻ. അതുകൊണ്ട് മാഡം ഒന്ന് ഇനി അങ്ങോട്ട് ഇതിന്റെ ഒരു പ്രൊസീഡിംഗ് ഉണ്ടാകില്ല എന്നൊന്ന് ഉറപ്പോടെ കിട്ടണം. ഇവിടെ എത്തിയെന്ന് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ, അതായത് നിങ്ങൾ അറിവോട് കൂടിയാണല്ലോ ഇവിടെ കൗൺസിൽ എത്തിയത്. ഇനി ആദ്യം മുന്നേ 2 സ്റ്റേജിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ കൂടി ഉത്തരവാണി. ഇല്ലെങ്കിൽ എങ്ങനെ ഇവിടം വരെ എത്തി, ആരാണ് ഇതിന്റെ പുറകിൽ, ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്താണ്, ഇത് നമുക്കറിയണം. ഈ യുവാക്കളെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ലിസ്റ്റ് ഇത് റദ്ദ് ചെയ്യണം, അന്വേഷണ വിധേയമാക്കണം. എങ്ങനെ ഒരു കുടുംബത്തിലുള്ള 2 പേർ, എങ്ങനെ ഒരു കുടുംബത്തിലുള്ള 3 പേർ, ഈ CPM കുടുംബത്തിലുള്ള 2 പേരും 3 പേരും മാത്രം എങ്ങനെയാണ് വിചിത്രമായിട്ട് എത്തുന്നത്? കോൺഗ്രസ് കുടുംബത്തിലുള്ള 3 പേര് വന്നപ്പോൾ ഒരാൾ എന്തുകൊണ്ട് വന്നില്ല? BJP കുടുംബത്തിലുള്ള 2 പേര് വന്നപ്പോൾ ഒരാൾ എന്തേ വന്നില്ല? അപ്പൊ ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ഷൻ നിങ്ങൾ എടുക്കുമ്പോൾ എല്ലാ തോന്നിയസും കളിച്ചിട്ട് ഈ കോർപ്പറേഷൻ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളാണ് അതിന്റെ ചെക്കിംഗ് മെക്കാനിസം. നിങ്ങൾ അത് ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലിസ്റ്റ് റദ്ദ് ചെയ്യണം, എന്നിട്ടേ ഞങ്ങൾ പോകുള്ളൂ, എന്നിട്ടേ ഞങ്ങൾ പോകുള്ളൂ. ഇത് യുവാക്കൾക്ക് വേണ്ടിയാണ്, ഇവിടുത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാ. സർക്കാരിന്റെ ഭൂമി ഞങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെയും ഭൂമിയാണ്. ഈ ഭൂമി ഒരു വിധത്തിലും കൈമാറ്റം ചെയ്യാൻ സെക്രട്ടറി സ്ഥാനത്ത് ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇരിക്കുന്നവരെ സമ്മതിക്കില്ല എന്ന് പറയണം. ഇനി ഞങ്ങനെ ശ്രമിച്ചാലും അതിന്റെ അങ്ങോട്ടൊരു വണ്ടി കയറണമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്ത് കൊണ്ട് അത് കയറിയാലേ അത് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് നടക്കുകയുള്ളൂ. ഈ തീരുമാനം അറിയാൻ ഞങ്ങൾ ഇവിടുന്ന് പോയില്ല. ഓപ്പറേഷൻ അധികാരികളെ
जय भारत माता, जय बोलो बीजेपी, जय बोलो बीजेपी, जय बोलो बीजेपी, जय बोलो बीजेपी. കോടികളുടെ സ്വത്തെല്ലാം കോടികളുടെ സ്വത്തെല്ലാം മറച്ചു വിൽക്കും അധികാരികളെ, മറച്ചു വിൽക്കും അധികാരികളെ, കോർപ്പറേഷൻ അധികാരികളെ, കോർപ്പറേഷൻ അധികാരികളെ, നാണമില്ല നിങ്ങൾക്ക്, നാണമില്ലേ നിങ്ങൾക്ക്? നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം. ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി. പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം. കോഴിക്കോട് നഗരത്തെ കോഴിക്കോട് നഗരത്തെ കോടികളുടെ സ്വത്തെല്ലാം കോടികളുടെ സ്വത്തെല്ലാം കോഴ വാങ്ങി മറിച്ചു വിൽക്കും, കോഴ വാങ്ങി മറിച്ചു വിൽക്കും, കോഴ വാങ്ങി മറിച്ചു വിൽക്കും, കോഴ വാങ്ങി മറിച്ചു വിൽക്കും. കോർപ്പറേഷൻ അധികാരികളെ, കോർപ്പറേഷൻ അധികാരികളെ, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. യുവരക്തത്തിൽ പ്രതിഷേധം, യുവരക്തത്തിൻ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം. ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്. പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം, ബിജെപിയുടെ പ്രതിഷേധം. കോഴിക്കോട് നഗരത്തെ കോഴിക്കോട് നഗരത്തെ കോടികളുടെ സ്വത്തെല്ലാം കോടികളുടെ സ്വത്തെല്ലാം കോഴ വാങ്ങി മറിച്ചു വിൽക്കും, കോഴ വാങ്ങി മറിച്ചു വിൽക്കും. കോർപ്പറേഷൻ അധികാരികളെ, കോർപ്പറേഷൻ അധികാരികളെ, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ വരുന്നു. യുവരക്തത്തിൽ പ്രതിഷേധം, യുവരക്തത്തിൻ പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം, യുവമോർച്ചയുടെ പ്രതിഷേധം. ജയ് 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 ഭാരത് മാതാ, ജയ് 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 ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി,